ടെൻഷനാന്നാ? ശരിക്കും എന്താ ചെയ്യേണ്ട പറഞ്ഞാല്, തെറ്റുമ്പോ നിങ്ങൾ ആലോചിക്കണം, തെറ്റ് രക്ഷപ്പെട്ടു. കാരണം ആ സാധനം നീറ്റിനെ തെറ്റിക്കത്തില്ല. ഹായ്, അപ്പൊ നമ്മുടെ നീറ്റിന്റെ ലാസ്റ്റ് മിനിറ്റിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഹണിബെല്ല ഞങ്ങളുടെ കുട്ടികളുടെ ഹോസ്റ്റലിലാണ്. എൻ്റെ കൂടെയുള്ളത് റഷ്യയാണ്. അപ്പൊ റഷ്യ ലാസ്റ്റ് മിനിറ്റിൽ ഇനി വീട്ടിലേക്ക് പോകുന്നുള്ളൂ അല്ലേ? അതെ, GIB എക്സാം ലാസ്റ്റ് സെക്കൻഡ് മെയിൽ വരുന്ന GIB എക്സാം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് ഫ്രഷായി ഒന്ന് വീട്ടിൽ ചെന്ന് സമാധാനമായിട്ടിരുന്ന് നേരെ എക്സാമിന് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെയും നീറ്റിന് പ്രിപ്പയർ ചെയ്യുക, എക്സാംസ് എഴുതാൻ നമ്മൾ ആദ്യമേ വിചാരിച്ചൊരു കാര്യമായിരുന്നോ? അതെ, ഞാൻ ഹോസ്റ്റലിൽ ഇപ്പോൾ ജനുവരിയിലാണ് വന്നിട്ടുണ്ടായി LMRP റിവിഷൻസിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്നു ലാസ്റ്റ് മിനിറ്റ് വരെ എന്തായാലും കംപ്ലീറ്റ് ആക്കണം, ലാസ്റ്റ് എക്സാം എഴുതിയിട്ടേ പോകുന്നുള്ളൂ വിചാരിച്ചിരിക്കണം. അപ്പോൾ LMRPയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മളിവിടെ വന്ന സമയം തൊട്ട് ഇപ്പോൾ വരെ ഒരു 2 months വേളയായില്ലേ? അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സാമിലൂടെ ഉള്ള പ്രോഗ്രസ്? ഫസ്റ്റ് എങ്ങനെയാ ഇത്രയും മാർക്കൊക്കെ കിട്ടായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ GIB എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നാട്ടിൽ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മാർക്സിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് 650 അബവ് ഉണ്ടാകുന്നത് കൊണ്ട് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും കിട്ടും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയായിരുന്നു. കോൺഫിഡൻസിന് കുറവൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ ജനുവരിയിൽ 22 ഞാൻ വന്നേ. 22 വന്ന് പിന്നെ മോഡ്യൂൾ സ്റ്റാർട്ടായി. അപ്പൊ ഫസ്റ്റ് എക്സാമിന് തന്നെ ഫിസിക്സ്, ഞാൻ നോർമലി ഫിസിക്സ് ഫസ്റ്റ് ചെയ്യാറ്. എനിക്ക് എന്തോ അങ്ങനെ ബ്രെയിൻ കൂടുതൽ ഫസ്റ്റ് ആണ് വർക്ക് ചെയ്യല്. അപ്പൊ ഫിസിക്സ് എന്തായാലും ചെയ്യണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഫിസിക്സ് ഫസ്റ്റ് തുറന്നു നോക്കിയപ്പോ വാവ്, അങ്ങനെയായിരുന്നു. ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ പിന്നെ നോക്കിയപ്പോ ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം. പിന്നെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ടൈമില് അത് എനിക്ക് തന്നെ സ്വന്തമായി ചെയ്ത് കിട്ടി. സാർ പറയുന്നതിന് മുന്നേ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടപ്പോ ഭയങ്കര പേടി, ഭയങ്കര ടെൻഷനായി. പിന്നെ അങ്ങനെ ആ ടെൻഷൻ കാരണം എനിക്ക് നല്ലോണം അന്നേരം ആ എക്സാമിന് നല്ലോണം നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ എക്സാമിന്റെ ലെവൽ അറിഞ്ഞല്ലോ ഇത്ര നല്ല ഹാർഡും ആ മൈൻഡ് സെറ്റിൽ ഞാൻ നെക്സ്റ്റ് എക്സാംസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വന്ന എക്സാംസിൽ അപ്പൊ ഈസി വന്നപ്പോ ഭയങ്കര ടെൻഷൻ. ഇതൊന്നും ഇത്ര ഈസി ആണോ? കാരണം മറ്റൊന്നും നമ്മൾ കുറച്ച് എക്സാം എഴുതുന്നുള്ളൂ, അതും വീട്ടിൽ നിന്ന് പോയി എഴുതുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് മനസ്സിലാവില്ല. പേപ്പർ കാണുമ്പോൾ ലൈക്ക് ഓക്കെ ആണോ. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി തുടങ്ങി, ഡിഫിക്കൽട്ടും വരും ഈസിയും വരും. അപ്പൊ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ പഠിച്ചാണല്ലേ. എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി മോക്ക് ഈ ഓഫ്ലൈൻ എക്സാംസ് എഴുതി? ഓഫ്ലൈൻ എക്സാമിന് ഫസ്റ്റ് ഓഫ് ഓൾ ടൈം ലിമിറ്റ് 3 hours and 20 minutes അല്ലേ, 3 hours ആയിരുന്നു. അപ്പൊ എനിക്ക് ടൈം എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ പ്രോബ്ലം ടൈം ലിമിറ്റ്. എക്സാം കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് പോയിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ടൈം മാനേജ്മെന്റ് നല്ല ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും 3 hours 20 minutes കിട്ടിയാലേ കൂടുതൽ സമയം കിട്ടിയ പോലെ തന്നെ ഇരിക്കുമായിരിക്കില്ലേ? അല്ല, എന്നാലും ഒന്ന് റിലാക്സ്ഡ് ആയിരിക്കും. കാരണം 3 hours എഴുതി പഠിച്ചിട്ട് 3 hours 20 minutes എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഉച്ച കൂടെ ഒരു ടൈം റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്ന പോലെ ഇരിക്കും. പിന്നെ ടൈം മാനേജ്മെന്റിന് പുറമെ എന്ത് പഠിച്ചു? പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ. നല്ല ലെവലുണ്ടേനും മോഡറേറ്റ് ലെവലുണ്ടേനും സിമ്പിൾ ലെവൽ. ഈ ഡിസ്കഷൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? കാരണം നമ്മളൊരു ഫോർമാറ്റിലായിരിക്കും വീട്ടിലിരുന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവുക, ചെയ്യുന്നുണ്ടാവുക. ഇവിടെ വന്ന് ഡിസ്കഷൻസ് എങ്ങനെ മോളെ ഹെൽപ്പ് ചെയ്തേ? ഡിസ്കഷൻസ് ഇപ്പോ നമ്മൾ ഓൺലൈൻ ഇരിക്കുന്നതും ഓഫ്ലൈൻ ഇരിക്കുന്നതും വേറെ പോലെ തന്നെ. അപ്പൊ ഓൺലൈൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓൺലൈനിൽ ഡൗട്ട് ചോദിക്കാൻ ചെറിയൊരു മടിയാണ്. ചെറിയൊരു മടിയാണ്. ഓഫ്ലൈൻ ആകുമ്പോ ഇപ്പൊ ഡൗട്ട് ക്ലിയറൻസിന് ഇങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ക്ലാസ് ഒന്നായാലും എടുക്കുന്ന ടൈമിൽ വേണമെങ്കിൽ ഡൗട്ട് ചോദിക്കാം, പക്ഷെ എടുത്ത് കഴിഞ്ഞിട്ടും ഡൗട്ട്സ് എന്തെങ്കിലും റിമൈനിങ് ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. അപ്പൊ നല്ലൊരു ഇതായിരുന്നു. അപ്പം ഉച്ചക്കൂടെ സബ്ജക്റ്റ് മനസ്സിലായി കാണും അല്ലെ? ഈ ഒരു 2 months ഒരു ഡ്രില്ല് ടൈമിൽ നല്ലപോലെ സബ്ജക്റ്റ് കുറച്ചുകൂടെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മിസ് വന്നിട്ടുള്ളതൊക്കെ ഒത്തിരി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു ഇൻ ഹോസ്റ്റൽ ഡൗട്ട് ക്ലിയറൻസ്? ഇൻ ഹോസ്റ്റൽ ഡൗട്ട് ക്ലിയറൻസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പം ഇവിടെ തന്നെ വരുന്നോണ്ട് പിന്നെ മാർക്ക് ചെയ്ത് വെക്കും. വരുന്നതിന് മുമ്പേ മെന്റർ പറയും ഈ സബ്ജക്റ്റ് ആയിരിക്കണ്ടേ. അപ്പൊ തലേ ദിവസം പറയും. അപ്പം പിന്നെ മാർക്ക് ചെയ്ത് വെക്കും, ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് പോയി കാണിച്ചു കൊടുത്തിട്ട് ക്ലിയർ ആവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ഡൗട്ട് ഇല്ലാതെ പഠിച്ചു പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ്
ഹോസ്റ്റലിലേക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? അപ്പോൾ ഫ്രണ്ട്സും അവരെങ്ങനെയായിരുന്നു? കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാം നല്ല കോമ്പറ്റീറ്റീവ് ആണ്, അതിന് ഭയങ്കര ടെൻഷനോ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും? അങ്ങനെയൊന്നും ഇല്ലല്ലോ. റൂംമേറ്റ്സ് ആയിട്ട് അങ്ങനെ പ്രശ്നം ഒന്നുമില്ല. നമ്മള് കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. റൂംമേറ്റും നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നല്ലതാ. അതാണ് പിന്നെ ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നേക്കാളും കുറെ ആൾക്കാരുടെ ഐഡിയാസ് കിട്ടുമ്പോൾ നമുക്ക് കുറെ ഷോർട്ട് കട്ട്സ്. ഇത് ഇങ്ങനെയായിരുന്നു, ഓ ഞാൻ പഠിച്ചത് തെറ്റേനല്ലോ, ഇതല്ലേ ശരി, അങ്ങനെ ഒരു അതൊരു കിട്ടി. ശരിക്കും പറഞ്ഞ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പം ഫൈനൽ ടൈം കിട്ടില്ലമായിട്ട് മോള് പ്രിപ്പയർ ചെയ്യുക. ഫൈനൽ ടൈമിൽ ഈ ലാസ്റ്റ് മിനിറ്റ് വരെയും ശരിക്കും എക്സാം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് മിനിറ്റ് എക്സാംസിൻ്റെ മാർക്കിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് വരുന്ന മിസ്റ്റേക്സിൽ നിന്ന്, ഇപ്പം മിസ്റ്റേക്സ് നിന്ന് ഒരുപാട് പഠിച്ചു കാണത്തില്ലേ? മിസ്റ്റേക്സ് എങ്ങനെയാണ് മോള് കറക്റ്റ് ചെയ്ത് പഠിക്കുക? ഞാൻ മിസ് നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ അധികം അങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കില്ല. ഞാൻ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഫിസിക്സ് നാച്ചുറലി ഭയങ്കര ഇന്റലിജന്റ് ആയി ചെയ്യാം, എനിക്ക് അങ്ങനെ എനിക്ക് ഫിസിക്സ് മാത്സ് അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് ഇത് അറിയാം, ഫോമില എല്ലാം അറിയാമെങ്കിലും കറക്റ്റ് ചെയ്ത് കിട്ടില്ല. അപ്പൊ അത് ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണും. അപ്പൊ മിസ്റ്റേക്ക് വന്നപ്പോഴത്തേക്കും അത് ചെയ്ത് പഠിക്കും അല്ലേ? ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കും. ഓക്കെ, നല്ല കിട്ടിലമായി കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. അപ്പോൾ റഷ്യയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെയും എക്സാംസ് എഴുതി കട്ട കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് റഷ്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എക്സാം വളരെ അടുത്ത് വരികയാണ്. അപ്പോൾ സൈലത്തിലെ കുട്ടികൾക്കും നമ്മുടെ എല്ലാ നീറ്റ് എഴുതുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ.